ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നീണ്ട അവധിക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. കൂടെ എല്ലാവരും ചോദിക്കുന്നു, ഈ വർഷം കൃഷികളൊന്നും ഇല്ലയോ, വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ കൃഷി ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള സമയക്കുറവ് കൊണ്ട് അത് ഒത്തുവരാറില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം കൃഷിയെക്കുറിച്ചുള്ള എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്ത് പോകുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ വാഴയാണ്. ഈ വാഴ കൊലയ്ക്കും പക്ഷെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷെന്നുണ്ടെങ്കിൽ കായൊന്നും കിട്ടത്തില്ല. മെയിനായിട്ട് ഇല എടുക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത് നട്ടു വച്ചേക്കുന്നത്. അതാണ് വാഴയാണ്. അപ്പോൾ അത് ഇഷ്ടംപോലെ കിളുത്ത് വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള കൃഷികളെല്ലാം നമുക്കൊന്ന് ഓടിച്ചൊന്ന് കാണാം. അപ്പോഴേ ഞാൻ കൃഷിയെക്കുറിച്ച് പറഞ്ഞു. കൃഷി എല്ലാം തുടങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടില്ല, ചീരയാണ് കിളുത്ത് നിൽക്കുന്നത്. ചീര ഇഷ്ടം പോലെ കിളുത്തിട്ടുണ്ട്. ഇത് നടുന്നതൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ അരി വീണ് കിളുക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാം കൃഷി നട്ടിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പം ചീര അങ്ങ് കയറിയത് കൊണ്ട് അതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ചീര എവിടെ നിന്നോട്ടെന്ന് വിചാരിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ ചീര കയറി അങ്ങ് വളരുന്നത് കൊണ്ടാണ് മറ്റേതുള്ളതൊന്നും പൊങ്ങാതെ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആവശ്യമില്ലാത്ത ചീരകളെല്ലാം ഇനിയും പറിച്ച് കളയുകയോ ഉപയോഗിക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്യണം. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടകളിൽ നിന്നാണ് ചീരയൊക്കെ വാങ്ങുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ വളരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് കൃഷി ചെയ്യാമെന്ന്. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരി വീണ് എല്ലാ വർഷവും കിളുത്തോളും. നല്ല ഒന്നാം ക്ലാസ് ചീരകളാണ്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പയറുകൾ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മിൻ്റ് എന്ന് പറഞ്ഞാൽ പുതിന. ഇത് നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ 4 തണ്ടിന് കുറഞ്ഞത് $2 കൊടുക്കേണ്ടതായുള്ള ആവശ്യമുണ്ട്. അത് ഓർഗാനിക് കൂടെന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്നും പിന്നെയും വില കൂടും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചീരച്ചേമ്പ്. ഇത് നമ്മൾ ചീര ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ ഇലയും കൂടെ നമുക്ക് തോരൻ വെക്കാം. ഷുഗറുകാർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് കൂടുതൽ ഫൈബറുണ്ട്. ഇത് ചീരയും അതുപോലെ തന്നെ ഈ ചീരച്ചേമ്പും ഒക്കെ ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളല്ല, അതിൻ്റെയൊക്കെ ഡിഫക്റ്റ് ഉള്ളവർക്ക് നല്ലതാണ്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ കൃഷി ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി ഇത് കണ്ടില്ല, ഇത് ഈ ചീര കയറി എല്ലാം അങ്ങ് മറ്റുള്ളതിനെ എല്ലാം അങ്ങ് അമക്കിയേക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇനിയും പറിച്ച് നമുക്ക് മാറ്റണം. ഇതെല്ലാം ഓരോരോ ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, വെണ്ട ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ ചീര ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാഴ്ചയിൽ അത് വളമെടുക്കത്തില്ലെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷീണം അതിൻ്റെ അറിയാനുണ്ട്. ഇതുണ്ട്, ചീര അങ്ങ് ലക്ഷക്കണക്കിനാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇതൊന്നും നമ്മൾ നടുന്നതല്ല, കഴിഞ്ഞ വർഷത്തെ അരി വീണിട്ട് കിളുക്കുന്നതാണ്. ഇത് കളച്ചപ്പോഴൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി, എന്നിട്ടും കിളുക്കുന്നതാണിത്. പാവലൊക്കെ വള്ളിയൊക്കെ കയറാൻ തുടങ്ങി. അതുപോലെ തന്നെ മുളകൈറ്റങ്ങൾ പൂക്കാൻ തുടങ്ങി. അങ്ങനെ പാവല്, വെള്ളരി, ബീറ്റ്റൂട്ട്, പടവലം, ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ ഇങ്ങനെ നിലത്തുനിന്ന് പൊങ്ങി വരികയാണ്. ഈ കാണുന്നത് ബീറ്റ്റൂട്ടൊക്കെ പെട്ടെന്ന് ഈസിയായിട്ട് കൃഷി ചെയ്യാവുന്ന സാധനങ്ങളാണ്. അതിന് പ്രത്യേക പരിഗണനയോ ഒന്നും ആവശ്യമില്ല. വളമോ അങ്ങനെയുള്ള ഒന്നും പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ബീൻസ്, ഇത് ഒരു സൈസ് വലിയ ബീൻസ് കായ്ക്കുന്ന ഇനം ബീൻസാണ്. അതെല്ലാം വഴിയെ കയറാൻ തുടങ്ങി. ഇതെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൻ്റെ പുറകാലെയുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കാവുന്നതാണ്. ചട്ടിയിലുള്ള ഐറ്റങ്ങൾ അതിങ്ങനെ നിൽക്കുകയാണ്. ഇത് അത്തി, അതായത് ഫിഗ്, അതും ഈ വിൻ്ററിൽ കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കിളുത്ത് വരുന്നതാണ് ഈ ഭാഗം. നല്ല അത്തിപ്പഴം കിട്ടുന്ന ഇനമാണ്. വേറൊരു മൂട് വാഴ, അതും കിളുത്ത് വരുന്നു. കുറേ വിത്തുകൾ ഞാൻ
ഒടിച്ച് കളഞ്ഞു. അല്ലാതെ എല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് വളരാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് കുറച്ചെല്ലാം ഒടിച്ച് കളഞ്ഞു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പെരിഞ്ചീരകം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അരിയോ ഒക്കെ വീണ് പിന്നെയും കിളുത്ത് വന്നോളും. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പെരിഞ്ചീരകം നമുക്ക് കിട്ടും. ഇതെല്ലാം പെരിഞ്ചീരകമാണ്. ഇവിടെയൊക്കെ ഓരോ ഐറ്റങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. വഴുതന അതെല്ലാം നിലത്തുനിന്ന് കളന്നു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് ഈ കാണുന്നത്. വെളുത്തുള്ളി പിന്നെ നേരത്തെ നടാവുന്നതുകൊണ്ട് വെളുത്തുള്ളി നേരത്തെ തണുപ്പും അവർക്കൊരു വിഷയമല്ല. അതുകൊണ്ട് വെളുത്തുള്ളി ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന ഭാഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളി യഥാർത്ഥത്തിൽ നമുക്ക് അതായത് നമ്മുടെ ഈ വർഷത്തെ ഇപ്പോൾ സമ്മർ കഴിഞ്ഞ് വിൻ്റർ തുടങ്ങുന്ന അതായത് നവംബറൊക്കെ ആകുമ്പോൾ നട്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷം അതായത് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മുഴുപ്പുള്ള വെളുത്തുള്ളി നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേക പരിഗണനയോ വളമിടിയിലോ ഒന്നും ആവശ്യമില്ല. നല്ല ഓർഗാനിക് മാറ്റമുള്ള മണ്ണിനകത്ത് നട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിയുടെ കാര്യം, വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈസിയായിട്ട് കൃഷി ചെയ്യാവുന്ന നമ്മുടെ നാട്ടിലും ഒക്കെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഈ വെളുത്തുള്ളി. ഇതൊരു വേറൊരു സെക്ഷൻ കൃഷി ഏരിയയാണ്. ഇവിടെയും പല പല സംഗതികൾ നട്ടിട്ടുണ്ട്. എല്ലാം നിലത്തുനിന്ന് കിളന്ന് വരണം. ഇപ്പോൾ ഈ കാണുന്ന നല്ല ഇലയോടുകൂടി നിൽക്കുന്ന കടുകാണ്. കടുക് ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. പിന്നെ നമ്മുടെ കൃഷിപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഗ്രേപ്സ്, മുന്തിരിയും നല്ലപോലൊക്കെ കായ്ച്ച് വരുന്നുണ്ട്. മുന്തിരിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് വളരും. ഈ വർഷം വലിയ കുഴപ്പമില്ലാതെ കായ്ച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ മുന്തിരി നമുക്ക് കഴിക്കാനായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയല്ല ഈ മുന്തിരി, ഇത് പ്രത്യേകം വൈനിന് വേണ്ടിയുള്ള ഇനം പ്രത്യേകം വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ്. കണ്ടില്ലേ? പല സമയത്തായിട്ട് പൂത്തതാണ്. അത് കണ്ടില്ല, ചിലതൊക്കെ ഒരുമാതിരി വലുപ്പമായി, മറ്റേത് ഇച്ചിരി അത്രയും വലുപ്പമായില്ല. അത് മുന്തിരി അങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ്. അതങ്ങനെ മുന്തിരി സെക്ഷൻ. ഫോണിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അതും കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു കൃഷി സെക്ഷനാണ്. അതും നമ്മുടെ പീച്ചിങ്ങ പോലത്തെ നീളമുള്ള സൈസ് പീച്ചിങ്ങ, അതും നട്ടിരിക്കുകയാണ്. അപ്പുറത്ത് കാണുന്നത് അസ്പരാഗസ് എന്ന് പറയും. കൃഷികളെല്ലാം ഇനീഷ്യൽ സ്റ്റേജാണ്. നട്ടതേ ഉള്ളൂ. ഇതെല്ലാം ഇവിടുന്ന് ഇനിയും മേപ്പെട്ട് പൊങ്ങി വരണം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോട്ടിനകത്ത്, അതായത് ചട്ടിക്കകത്ത് നട്ടേക്കുന്ന കൃഷി ഐറ്റങ്ങളാണ്. ഇത് ചീമപ്പയറാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് നാരകം, അതും എല്ലാം നമ്മൾ അതെല്ലാം കായ്ക്കും. ഇത് സ്ട്രോബെറി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോട്ടിനകത്ത് നട്ട പല പല ഐറ്റങ്ങളാണ്. കൃഷി സ്ഥലത്തേത് കൂടാതെ എക്സ്ട്രാ നമുക്കുണ്ടായിരുന്ന തൈകളൊക്കെയും കളയണ്ട എന്നുള്ള രീതിയിൽ നട്ടിരിക്കുന്നതാണ്. അതെല്ലാം ചെറുതായിട്ട് മൂടി പിടിച്ച് വരുന്നു. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടുന്നതിനെക്കാട്ടിലും നമുക്ക് ഇതിനൊന്ന് പരിപാലിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് പല വിധത്തിലുള്ള മൃഗങ്ങളുടെ ശല്യമുണ്ട്. ഗ്രൗണ്ട് ഗോ എന്ന് പറയുന്ന ഒരു സൈസ് ജീവിയുണ്ട്. അത് ഒരു ദിവസം കയറി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് മൊത്തം തിന്നിട്ടങ്ങ് പോകും. നമ്മൾ പിന്നെ വെറുതെ മെനക്കെട്ടത് മിച്ചമാകും. അപ്പോൾ അതിനൊക്കെയുള്ള വേലി കാര്യങ്ങളെ കൂടി വലിച്ച് പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇതെൻ്റെ ഒരു ഗ്രോ ബെഡാണ്, അതായത് റൈസ്ഡ് ബെഡ് എന്ന് പറയും. അതിൻ്റെ അകത്ത് നട്ടേക്കുന്ന ഐറ്റങ്ങളാണ്. അതിൻ്റെ അകത്തും തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഇതെല്ലാം ഒരു 2 ആഴ്ചയൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. ഇപ്പം നോക്കുന്നുണ്ടെങ്കിൽ എല്ലാം വളരെ ഇനീഷ്യൽ സ്റ്റേജുകളിലാണ്. ഈ കാണുന്നത് കെയിലാണ്. കെയിൽ കഴിഞ്ഞ വർഷത്തെ കെയിൽ നിന്നിട്ട് അത് പൂത്ത് അതിൻ്റെ കായാണ് ഈ കാണുന്നത്. ലക്ഷക്കണക്കിന് കെയിലിൻ്റെ വിത്തെടുക്കാനുള്ള അരി ഈ ഒരൊറ്റ കെയിലിൽ തന്നെയുണ്ട്. നാരകം ഇതിൻ്റെ പേരാണ് ഗൂസ്ബെറി. നമ്മുടെ നാട്ടിലെ നെല്ലിക്കായുടെ സെയിം കണ്ടൻറ്റ് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ്. നെല്ലിക്കായുടെ രൂപത്തിലുമൊക്കെയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നെല്ലിക്ക അല്ല, ഇത് അമേരിക്കൻ ഗൂസ്ബെറി എന്ന് പറയും. അച്ചാറിടാനും അങ്ങനെ ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. എന്നാൽ പഴുത്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സായിട്ടും കഴിക്കാം. ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻ്റുള്ള ഒരു സാധനമാണ് ഈ അമേരിക്കൻ ഗൂസ്ബെറി. നമ്മുടെ ഗൂസ്ബെറിയും സെയിം തന്നെയാണ്. ചീര അധികം അങ്ങ് മൂത്തു പോകുന്നതിന് മുമ്പേ പറിക്കുന്നതാണ് നല്ലത്. ഇതുപോലത്തെ ചെറിയ തണ്ടൂടെ അരിഞ്ഞ് ഇലയും കൂടെ തോരൻ വെക്കുന്നതാണ് നല്ല രുചി. നമുക്ക് ഗുണവും അത് തന്നെയാണ്. പിന്നെ നമുക്ക് കച്ചവടത്തിനൊന്നും അല്ലല്ലോ, കൂടുതൽ വെയിറ്റ് ഒന്നും കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്കിതങ്ങ് പറിച്ച് മാറ്റുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചീര നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഓരോ കൃഷിയുടെ ഐറ്റങ്ങളും, അതായത് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് വളരുന്നതനുസരിച്ച് കായ പൂവ് അങ്ങനെയുള്ള ഓരോ ഐറ്റങ്ങൾ വരുന്നതനുസരിച്ച് നിങ്ങളെ ഓരോ ഐറ്റങ്ങളും കാണിക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സി യു.